എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കുബേരപുത്രന്മാർ മണിഗ്രീവനും നളകുബേരനും അവർ മരത് വൃക്ഷങ്ങളായി മാറിയ കഥയും പിന്നെ അവർക്ക് മോക്ഷം ലഭിച്ചതും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വൃന്ദാവന പ്രദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ച. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ്. ഇന്നും ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. അപ്പോൾ വൃന്ദാവനത്തിലെ ലീലകൾ അതാണ് ഈ ഒരു ദശകത്തിൽ പറയുന്നത്. അപ്പോൾ വൃന്ദാവനം അതിമനോഹരമായ ഒരു വനപ്രദേശമാണെന്ന് പറയാം. അപ്പോൾ ഈ വൃന്ദാവന ആ ഒരു ഭൂമി, ആ ഭൂമിയിലേക്ക് ഗോകുലത്തിൽ നിന്ന് കണ്ണനും നന്ദഗോപരും യശോദയും ബലരാമനും രോഹിണിയും എല്ലാവരും ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ആയിട്ട് വലിയ വണ്ടിയിൽ ആ ഒരു പ്രദേശത്തേക്ക് വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതിലുള്ളത്. അപ്പോൾ ആ പ്രകൃതി ഭംഗിയെ ഒക്കെ വളരെ വിശദമായിട്ട് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നു. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. അപ്പം ഒരു വലിയ വണ്ടിയിലാണ് ഇവർ ബലരാമനും രോഹിണിയും എല്ലാവരും കണ്ണനും നന്ദഗോപുരം എല്ലാവരും കൂടെ ഗോപന്മാരോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി വൃന്ദാവനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ പോലെയല്ല, യാത്രയൊക്കെ വളരെ കഠിനമാണ്. ആ യാത്രാക്ലേശം പക്ഷെ അവരെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. കാരണം കണ്ണൻ്റെ ലീലകൾ, കണ്ണൻ്റെ കൊഞ്ചലും കണ്ണൻ്റെ സംസാരവും അതൊക്കെ കേട്ട് അത് അവർക്ക് സമയം പോയത് അറിഞ്ഞില്ല, ആ യാത്രാക്ലേശം അറിഞ്ഞില്ല എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. അതായത് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണോ ഗോപസ്ത്രീകളും കണ്ണൻ്റെ കൊഞ്ചലും കളികളിലേക്ക് തിരിച്ചത്, അതുപോലെ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ജീവിത ക്ലേശങ്ങൾ അതുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു തോത് കുറഞ്ഞിരിക്കും. അപ്പം നമുക്കതിനെ അതിജീവിക്കാനും കഴിയും. അപ്പോൾ വലിയ ദുരിതങ്ങളായിട്ട് നമുക്കൊന്നും തോന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വൃന്ദാവനത്തിൻ്റെ ഈ സ്വാഭാവിക ഒരു പ്രകൃതി ഉണ്ടല്ലോ, അത് പ്രത്യേകമായിട്ട് പറയുന്നു. മരങ്ങളും വള്ളികളും പുൽമേടുകളും പിന്നെ മുല്ലവള്ളികളൊക്കെ ധാരാളം ഉണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. പിന്നെ ഈ പ്രകൃതി കാണുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം പുരുഷനാണ് ഭഗവാൻ, പുരുഷൻ്റെ പ്രതീകമാണ്. ഒരു ചൈതന്യം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ പുരുഷൻ പ്രകൃതിയായിട്ട് ചേരുമ്പോഴാണ് ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് അവിടെ കാണുന്നത് എന്ന് പറയാം. അപ്പോൾ തെളിഞ്ഞ നീരുറവകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കാളിന്തിയെക്കുറിച്ച് പ്രത്യേകം പറയുന്നു. കാളിന്തിയിൽ ജലവും, കാളിന്തി എന്ന് പറഞ്ഞാൽ യമുന തന്നെയാണ്. കാളിന്തിയിൽ ജലം ഒഴുകുന്നതിനെക്കുറിച്ച് പറയുന്നു. കാളിന്തി ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞാണ് ഒഴുകുകയാണ്. അപ്പോൾ കാളിന്തി ഒരു കന്യകയെ പോലെയാണ്. കന്യക എന്ന് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ പുറകെ ഇങ്ങനെ ഭഗവാൻ എവിടേക്ക് പോകുന്നു അതിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ വളഞ്ഞു പുളഞ്ഞു പോകുമല്ലോ. അങ്ങനെ കാളിന്തി അതുകൊണ്ടാണ് വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നത് എന്നും വളരെ രസമായിട്ട് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ കാളിന്തി കൃഷ്ണനെ കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ കാരണം അത്രയും ഭഗവാനോട് ഇഷ്ടമായിരുന്നു. പിന്നെ യമുനയെ കാണുന്നു. അപ്പോൾ യമുന തന്നെയാണ് കാളിന്തി. പിന്നെ ഗോവർദ്ധന പർവ്വതത്തെ കാണുന്നു. ഗോവർദ്ധന പർവ്വത പ്രദേശത്തും ഇതുപോലെ പറയുന്ന മയിലുകളുടെ കൂട്ടങ്ങളെ കാണുന്നു. പിന്നെ അതുപോലെ ധാരാളം വൃക്ഷങ്ങളും എല്ലാം മയിലുകൾ നൃത്തം വയ്ക്കുന്ന കാഴ്ചയൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇവിടെ പിന്നെ ഒരു വർണ്ണന അതിഗംഭീരമാണ്. പിന്നെ ഗോവർദ്ധന പർവ്വതം വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആകാശത്തിന് തൊട്ട് നിൽക്കുന്നു എന്ന് തോന്നും. അതിൻ്റെ അർത്ഥം ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നു എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോവർദ്ധന പർവ്വതമായിട്ട് ബന്ധപ്പെട്ട് ഗോവർദ്ധന ഉദ്ധാരണ ലീല വളരെ പ്രസിദ്ധമാണ്. അതൊക്കെ ഇനി മേൽപ്പത്തൂർ ഇനി അടുത്ത കുറേ ദശകങ്ങളിലൊക്കെ അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കാളിന്തിയിലൊക്കെ കളിച്ച് കാളിന്തിയുമായിട്ട് ചേർന്ന ഗോപന്മാരും ഭഗവാനും കൃഷ്ണനും അതുപോലെ എല്ലാം അവിടുത്തെ പുൽമേടുകളിലുമൊക്കെ പശുക്കിടങ്ങളൊക്കെ ആയിട്ട് പോകുന്നതും അവിടെ ഇങ്ങനെ വിഹരിക്കുന്നതുമൊക്കെ ആ ഒരു പ്രകൃതി ഭംഗി കൊണ്ട് രമണീയമാണ് ഈ ഒരു ദശകം എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ ബലരാമനോടും ഗോപന്മാരോടും ഒക്കെ കൂടി പശുക്കളെയൊക്കെ മേയിച്ച് അങ്ങനെ നടക്കുന്ന ആ ആനന്ദത്തിൽ നടക്കുന്ന ആ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നു, എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ ഭഗവാനെ. അപ്പോൾ നമ്മളും ഈ ജീവിത ക്ലേശത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്ന നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വൃന്ദാവന പ്രവേശം എന്ന് പറയുന്ന ഈ ഒരു ദശകം വായിക്കാം. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അപ്പോൾ ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഭട്ടതിരിപ്പാടിനും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. 49-ാം ദശകം നാരായണീയം. വൃന്ദാവന പ്രവേശം. ഭവത്പ്രഭാവാവിദുരാഹി ഗോഭാ തരുപ്രഭാദാദ് അധികം അത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനുഃ തത്രോപനന്ദാഭിതഗോപവർയോ ജഗോ ഭവത്പ്രേരണയൈവ നൂനം ഇത പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജദീതി. ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യാ വിധായ ഗോഷ്ഠീനമധ ക്ഷണേന തദന്വിതത്വദ് ജനനീ നിവിഷ്ട ഗരിഷ്ടയാൻ അനുഗതാ വിജേലുഃ. അനോമനോജ്ഞധ്വനി ധേനുപാളീഘുരപ്രണാദ് അന്തരദോ വധൂഭിഃ ഭവദ്വിനോദ ആലാപിത അക്ഷരാണി പ്രബീയനാജ്ഞായത മാർഗദൈർഘ്യം. നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദത് പ്രസൂനകുന്ദപ്രമുഖദ്രുമൗഘം അമോദധ ശാദ്വലസാന്ദ്രലക്ഷ്മ്യാ ഹരിന്മണീം കുട്ടിമപുഷ്ടശോഭം. നവാഗനിർവ്യൂഢനിവാസഭേദേ അശേഷഗോപേഷു സുഖാസിദേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിതപര്യവലോകദാസ്ത്വം. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നിർമ്മലാപാം നിരന്തരസ്നേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. മയൂരഗേകാശതലോഭനീയം മയൂഖമാലാശഫളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ഛശൃംഖൈർ ഗിരിഞ്ച ഗോവർദ്ധനമൈക്ഷദാസ്ത്വം. സമം തദോ ഗോപകുമാരകൈസ്ത്വം സമന്തദോ യത്ര വനന്ദമാഗാ തതസ്തദസ്താം കുടിലാമപശ്യാം കളിന്ദജാം രാഘവതീമിമൈ ഇവ ഏകാം. തദാ വിദേയസ്മിൻ വിപിനേ പശവ്യേ സമുത്സഗോ വത്സഗണപ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു ദശകം
അതായത് 49-ാം ദശകം വൃന്ദാവന പ്രവേശം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. തത്സത്. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതികനഗതിദം വിശ്വനാഥക്ഷമേധ ശ്രോത്രം ചേത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാദ്. വേദനാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു ദശകം ഭഗവാൻ ശ്രീകൃഷ്ണന് 49-ാം ദശകം വൃന്ദാവന പ്രവേശം സമർപ്പിക്കുന്നു. ഒന്ന് തത്സത്. ഹരേ